രാവിലെ നേരത്തെ എണീക്കുന്നു, കൊലുക്കുമല വ്യൂ കാണാൻ പോകുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. പക്ഷെ ഇതൊന്നും തന്നെ നടന്നില്ല. ഞങ്ങൾ നല്ല സുഖമായിട്ട് ഒരു 7 മണി വരെ കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രണ്ടാൾക്കും. അപ്പം പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി, വട്ടവടയാക്കി. കഴിഞ്ഞ തവണ ഫാമിലി ആയിട്ട് വന്നപ്പോൾ മിസ്സായി പോയൊരു സ്ഥലമായിരുന്നു വട്ടവട. പോകുന്ന വഴിക്ക് മൂന്നാറിൽ തന്നെ ഒരുപാട് നീലവാഗ മരങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റീൽസിലൊക്കെ ഒരുപാട് കാണാനുണ്ട്, അതിൻ്റെ സീസണാന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയുള്ള നീലവാഗ മരങ്ങളുള്ള റൂട്ട് കൂടിയാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ 1-2 തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി, മാട്ടുപ്പെട്ടി ഡാം അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. വട്ടവട റൂട്ട് എന്ന് പറയുന്നത് അതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര. ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ചിലന്തിയാർ വാട്ടർഫോളിലായിരുന്നു. വട്ടവട എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഗ്രാമമാണ്. കുറേ ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്തിട്ട് ചെന്നെത്തുന്നൊരു കുട്ടി ഗ്രാമമാണ് വട്ടവട. അവിടെ ആദ്യം പോയത് ഈ ചിലന്തിയാർ വാട്ടർഫോളിലേക്കായിരുന്നു. അത് ശരിക്കും കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. സത്യം പറഞ്ഞാൽ ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ മാത്രമേ എല്ലായിടത്തും ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പക്ഷേ ആൾക്കാർ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് കാരണം ചെറിയ പേടിയുണ്ടായിരുന്നു, ഒരു ഗൈഡും ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ വട്ടവടയിലത്തെ തന്നെ വേറെ വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ട് പോയി. ഫുൾ ഓഫ് റോഡാണ് കേട്ടോ വട്ടവടയിൽ. പിന്നെ അത് കഴിഞ്ഞ് സ്ട്രോബെറി തോട്ടം കാണാൻ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഫാം കണ്ടതോടുകൂടി തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഒരു ഫ്രഷ്ലി സ്ട്രോബെറി എടുത്തിട്ട് തിന്നപ്പം അതിനേക്കാൾ സന്തോഷമായി. ഞങ്ങൾ മൂന്നാർ സ്റ്റേ ചെയ്തെങ്കിലും വട്ടവട കണ്ടപ്പോഴാണ് അവിടെ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയത്. അവിടെ ഒരുപാട് ക്യാമ്പിങ്ങും മഡ് ഹൗസ് സ്റ്റേയും റിസോർട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ രണ്ടാളുടെ ഒരുപാട് മനസ്സ് നിറച്ചൊരു ട്രിപ്പായിരുന്നു ഇത് കേട്ടോ. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പം കോട ഇറങ്ങി ഇരുട്ടായി. അപ്പം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വേറെ ഒന്നല്ല, ആന എങ്ങാനും വന്ന് ഫ്രണ്ടിൽ നിൽക്കുമെന്ന്. ഭാഗ്യത്തിന് ഒന്നും പറ്റാണ്ട് സേഫായിട്ട് തിരിച്ചെത്തി. അപ്പം പറ്റുന്നവരൊക്കെ ഇങ്ങനെ ഒരു വട്ടവട ട്രിപ്പ് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.